എപ്പോഴേലും സങ്കടം തോന്നിയിട്ടുണ്ടോ ഷിജുവിനെ നമുക്ക് ഇങ്ങനെ ആയിപ്പോയാലും ഷിജു കുറെ കഴിവുകളുള്ള ഒരാളാവേണ്ടതായിരുന്നില്ലേ? ഇത് സങ്കടത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. നമുക്ക് വന്ന അവസ്ഥനെ നേരിടുക മാത്രമേ ഉള്ളൂ. നമ്മൾ സങ്കടം ഉണ്ടാവും. ആദ്യം കുറച്ച് കാലങ്ങളൊക്കെ ഒരു ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം ആദ്യം പ്രസവിച്ച് കുറച്ച് അവർ സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിലായിരിക്കും, നല്ല പഠിപ്പ് പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും മുന്നിലും വലിയ ആളായി നടക്കണം എന്നുണ്ടാവും. എൻ്റെ കുട്ടീനെ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് കളക്ടറാക്കണം ഡോക്ടറാക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെയുള്ളവിടെ സംസാരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനെ അവരങ്ങനെ ഉൾവലിയും ഫസ്റ്റ്. പിന്നെ കുറേ കരയും, പിന്നെ സങ്കടവും സാക്ഷിയാവും, പിന്നെ ആത്മഹത്യക്ക് വരെ അവർ ചിന്തിക്കും. പിന്നെ ഈ കുട്ടികളിൽ ചെറിയ ചെറിയ ശ്രമം കൊണ്ട് മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളാണ് അവരിനെ പ്രതീക്ഷയിൽ നിലനിർത്തുന്നത്. ഇപ്പോൾ സിജുവിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിത് പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇതില്ല. ഇന്നിപ്പോൾ ഞമ്മൾക്കൊക്കെ പറഞ്ഞു തരാൻ ആളുകളുണ്ട്. 5 വയസ്സായ കുട്ടികൾക്ക് പറഞ്ഞു തരാനും ആളുണ്ട്. സൗജന്യമായി 1000-ഓളം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കോട്ടയം സ്വദേശിയായ ജെനി പറഞ്ഞൊരു അമ്മയുണ്ട്. അവർ 25 വർഷമായിട്ട് അമേരിക്കയിൽ ഈ ജോലി ചെയ്യാണ്. ഈ ഡോക്ടർമാരുടെ ഈ വലിയ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ജോലി ചെയ്യാണ്. അവർ സൗജന്യമായാണ് ഈ 2 വയസ്സ് മുതൽ 50 വയസ്സായ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് അവർ പരിശീലനം കൊടുക്കുന്നത്. വാട്സപ്പിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ എത്രയോ കുട്ടികളെ അതിൽ ചേർത്തി വിട്ടിട്ടുണ്ട്. അത് വലിയൊരു സഹായമാണ്. ഞങ്ങൾക്കൊന്നും അന്നത്തെ കാലത്ത് ആ സഹായം കിട്ടിയെങ്കിൽ സിജു ഡീസൻ്റായിട്ട് നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടാവും.